നമുക്കിന്ന് ചോറും ചാറും ഉപ്പേരും മുട്ടയും പപ്പടമൊക്കെ വെച്ചൊരു പിടിയങ്ങ് പിടിച്ചാലോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ്. എൻ്റെ എല്ലാ ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇന്ന് എനിക്ക് ജോലിയില്ല, ഓഫ് ഡേ ആണ്. സോ കുറച്ച് ആർഭാടാക്കാം ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വെക്കുന്നത് ബ്രോക്കലിയുടെ ഒരു തോരനാണ്. വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അതിൽ മുക്കി വെക്കുകയാണ് ചെയ്യണത് ഈ ബ്രോക്കലി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കീടങ്ങളുണ്ടെങ്കിൽ അങ്ങനെ നശിച്ചു പൊക്കോളും. അതിനുശേഷം അതെടുത്തിട്ട് അതിൻ്റെ ആ പച്ച ഭാഗം ഉണ്ടല്ലോ അത് നന്നായി കുനുകുന നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹാഫ് ബ്രോക്കലിയാണ് എടുത്തിട്ടുള്ളത്. ഹാഫ് ബ്രോക്കലി മൊത്തമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയാണ്. ഒരു സവാള എടുത്തിട്ട് ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 6-7 അല്ലി ഗാർലിക്ക്, വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് ചിരകിയ തേങ്ങയാണ്. തോരനാണല്ലോ, ഓഫ്കോഴ്സ് നമുക്ക് തേങ്ങ വേണം. പിന്നെ കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. ഒരു പാൻ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. അതിലോട്ട് അതിനുശേഷം ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാനിവിടെ നമ്മുടെ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ഒരു പകുതി വേവ് ആവുമ്പോഴത്തേനും, ഒരുപാട് ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ആ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കുനുകുന അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രോക്കലി ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി, ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെന്ത്, അതായത് നമ്മുടെ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വഴണ്ടി വന്നതിന് ശേഷമാണ് ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ ഇവിടെ ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബ്രോക്കലി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം അത് തുറന്ന് നമ്മുടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കുക ഇതുപോലെ ബ്രോക്കലി ആയിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് നേരം വേവിക്കണം. ഇപ്പോഴേക്കും നമ്മുടെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മൊത്തത്തിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി വേവിക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി രസത്തിന് ഞാനിവിടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രോക്കലി തോരൻ റെഡിയായി. പിന്നെ ഞാനിവിടെ കുറച്ച് ആർഭാടത്തിന് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സാധാ ഓംലെറ്റ്, ജസ്റ്റ് സവാളയും നമ്മുടെ പച്ചമുളകും ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ളത്. അതിലോട്ട് ഇത്തിരി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റാണ്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായി അടിച്ച് പതപ്പിച്ചിട്ട് ഒരു ഓംലെറ്റ്, നോർമൽ ഓംലെറ്റ്, അത്രയ്ക്കുള്ളൂ. പിന്നെ ഞാനിവിടെ പപ്പടം കൂടി വറുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഷോട്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടിയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ആർഭാടാക്കുന്നതല്ല, അപ്പോൾ കുറച്ചങ്ങ് ആർഭാടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. നോർമൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ആർഭാടല്ല എന്നറിയാം. പക്ഷെ പുറത്ത് വന്നിട്ട് സ്വയം കുക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കുക്കിങ് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. സോ എനിക്കിത് ആർഭാടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി വേണ്ടത് ഒരു ചാറുകറിയാണ്. ദഹി തടുക്കയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് വഴണ്ട് വരണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവണം. അത്യാവശ്യം ഇത് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് പൊടികളിടാം. ഉപ്പ്, മഞ്ഞൾ ആണ് ഇടുന്നത് ആദ്യം. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ തൈര് എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നല്ല കട്ട തൈര് എടുത്തിട്ട് നമ്മൾ ലംസ് ഇല്ലാണ്ട് ജസ്റ്റ് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ട് എങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയ്ക്കേ പരിപാടിയുള്ളൂ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കടുകും വറ്റൽമുളകും താളിച്ച് കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ മോര് കാച്ചുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. ഇതൊരു റീലിൽ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം സക്സസ്ഫുള്ളാണ്.
ദഹി തടുക്ക കൊള്ളാം. എന്തായാലും നമ്മുടെ മോര് കാച്ചിയതിനേക്കാളും സൂപ്പറാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ നല്ല രീതിക്ക് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളപ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണം. എൻ്റെ വോയിസ് ഓവറിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. തിരുത്താൻ ഞാൻ റെഡി ആയിരിക്കും. കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. വീഡിയോയിലേക്കാണെങ്കിലും പിന്നെ എഡിറ്റിങ്ങിലാണെങ്കിലും എന്താണെങ്കിലും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ.